ലോകം നൽകാത്ത സ്വർഗീയ ശാന്തി ക്രിസ്തേശുനാഥനിലുണ്ടെനിക്ക്. നിൻ സ്നേഹമെന്നും മതിയെനിക്ക്, നിൻ ചാരയെന്നും ചേർന്നിടുവാൻ. നിൻ സ്നേഹമെന്നും മതിയെനിക്ക്, നിൻ ചാരയെന്നും ചേർന്നിടുവാൻ. കർത്താവേ, നിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങളിൽ വെളിപ്പെട്ടു വരേണ്ടതായ, ഞങ്ങൾ പങ്കാളികളാകേണ്ട ദിവ്യ സ്വഭാവത്തെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുമ്പോൾ കർത്താവെ, ആ ദിവ്യ സ്വഭാവത്തിന് പങ്കാളിയാകാൻ എന്നെ സഹായിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ, അതിനുവേണ്ടി എൻ്റെ ഇപ്പോഴത്തെ എന്ത് കാര്യങ്ങളെയും വിട്ടുകളയാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ വിട്ടുകളയാൻ തയ്യാറല്ലെങ്കിൽ, നമ്മളൊരു സ്ഥലത്തോട്ട് യാത്ര ചെയ്യണമെങ്കിൽ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിൽക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് മറ്റുള്ളവർക്ക് പോകാൻ പറ്റുമോ? ഇല്ല. ഞാൻ ഇവിടുന്ന് എറണാകുളത്തിന് പോകണമെങ്കിൽ ഞാറയ്ക്കൽ വിട്ടേച്ചല്ല എറണാകുളത്തിന് പോകാൻ പറ്റുള്ളൂ എന്നതുപോലെ എൻ്റെ ഇപ്പോഴത്തെ ജീവിത രീതി വിട്ടെങ്കിലല്ല ഞാനൊരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. എന്റെ ബ്രദറെ, എനിക്ക് ഇതൊന്നും മാറ്റാനും പിടിക്കാനും ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് ബ്രദർ എന്തെങ്കിലും പറഞ്ഞോ, ഞാൻ കേട്ടോളാമെന്ന്. എന്തിനാ വെറുതെ കേൾക്കുന്നത്? ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. എന്തിനാ വെറുതെ കേൾക്കുന്നത്? കേൾക്കുകയാണെങ്കിൽ അത് അനുസരിക്കാനും രൂപാന്തരപ്പെടാനും നമ്മൾ തയ്യാറുള്ളവർ ആയിരിക്കണം. അത് ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, ഒരു രൂപാന്തരത്തിനുള്ള സമർപ്പണത്തോടുകൂടെ വേണം നമ്മൾ ഈ വചനം കേൾക്കാനായിട്ട്. ഇവിടെ നമ്മൾ വായിച്ച ഭാഗം, നിങ്ങൾ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു, പങ്കാളികളാകുവാൻ ഇടവരുന്നു എന്നുള്ളതാണ്. ഇത് നമുക്കറിയാം, നമ്മളെല്ലാം യേശുവിന്റെ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാവുകയാണ്. ദിവ്യ സ്വഭാവം കണ്ട് അത്ഭുതപ്പെടുകയല്ല. പലപ്പോഴും നമുക്കുണ്ടാകുന്നൊരു പ്രശ്നം, യേശുവിനെ കുറിച്ച് നമ്മൾ അവന്റെ സ്വഭാവ വിശേഷത്തെക്കുറിച്ച് പ്രസംഗിച്ചാൽ, ഹോ വാട്ട് എ വണ്ടർഫുൾ ജീസസ് എന്ന് നമ്മൾ പറയും. വെരി ഗുഡ്, വളരെ അത്യാവശ്യമാണ്. പക്ഷേ നമ്മളിത് പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. കർത്താവ് പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുവിൻ. അപ്പോൾ അവൻ എന്താണോ അതാകാനുള്ള ആ സമർപ്പണമാണ് ആദ്യം ആവശ്യം. പ്രിയമുള്ളവരെ, അത് നമുക്കുണ്ടാകണം ഈ ദിവസം. എന്ത്? കർത്താവെ, നീ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ എനിക്ക് ജീവിക്കണം. നിന്റെ സ്വഭാവം എന്താണോ അങ്ങനെ ഒരു സ്വഭാവം എനിക്ക് വേണം. ആ സമർപ്പണം അത് നോക്കി കണ്ടേച്ച് പോവുകയല്ല, അത് അനുകരിക്കുക മാത്രമല്ല. അവന്റെ സ്വഭാവത്തെ നമ്മൾ അനുകരിക്കുന്നത് തെറ്റല്ല, പക്ഷെ അനുകരണം കൊണ്ട് മാത്രം കാര്യമില്ല. പങ്കാളികളാകുക, പാർട്ടേക്കേഴ്സ് എന്ന് പറയുന്നത് വേറൊരു രീതിയിലാണ്. പ്രിയമുള്ളവരെ, നമ്മളതിനെ പങ്കാളികളാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി അനുകരിക്കുകയല്ല. ഇപ്പൊ മഹാത്മാഗാന്ധി ജീവിച്ചതുപോലെ നമുക്ക് വേണമെങ്കിൽ അനുകരിക്കാനായിട്ട് കഴിയും. പക്ഷെ മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിന് നമുക്ക് പങ്കാളികളാകാൻ പറ്റില്ല. കാര്യം, അദ്ദേഹം എന്നേ മരിച്ചുപോയി. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ പങ്കാളികളാകാനൊന്നും കഴിയില്ല. എന്നാൽ യേശുവിന്റെ കാര്യം അങ്ങനല്ല. അവന്റെ ദിവ്യ സ്വഭാവത്തിന് നമുക്ക് പങ്കാളികളാകാൻ കഴിയുന്നത് അവൻ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. അവൻ ജീവിക്കുന്നുണ്ടെന്നല്ല, അവൻ നമ്മളിൽ ജീവിക്കാൻ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവന്റെ പങ്കാളികളാകുന്നത് അവൻ നമ്മളിൽ ജീവിച്ചുകൊണ്ടാണ്. വിശദമായിട്ട് പിന്നീട് നമുക്ക് പഠിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോനെ, കർത്താവ് ജീവിച്ച എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കടാ, അതുപോലൊക്കെ ജീവിക്കാൻ നോക്ക്. അങ്ങനെ നോക്കിയത് കൊണ്ട് മാത്രമൊന്നും യേശു ജീവിച്ച പോലെ ഒന്നും ജീവിക്കാനൊന്നും പറ്റത്തില്ല. യേശു ജീവിച്ചത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ, മഹാത്മാഗാന്ധി ജീവിച്ചതുപോലെ പോലും അല്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അവന്റെ ദിവ്യ സ്വഭാവം എന്ന് പറയുന്നത് അവൻ ഇൻകമ്പയറബിൾ ആണ്. അവനെ ആരോടും തുല്യനാക്കാനായിട്ട് കഴിയില്ല. മഹാത്മാഗാന്ധിയോട് പോലും, മഹാത്മാഗാന്ധിയോട് എനിക്ക് ബഹുമാനമില്ലാഞ്ഞിട്ടൊന്നുമല്ല, മഹാത്മാഗാന്ധിയോടോ രവീന്ദ്രനാഥ ടാഗോറിനോടോ ലിയോ ടോൾസ്റ്റോയോടോ സോക്രട്ടീസിനോടോ അരിസ്റ്റോട്ടലിനോടോ പ്ലേറ്റോയോടോ അതല്ലെങ്കിൽ നമ്മുടെ പുരാണ കഥാപാത്രത്തിലെ ഹരിചന്ദ്രനോടോ പോലും നമുക്ക് യേശുവിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കമ്പയർ ചെയ്യാൻ പറ്റില്ല. പ്രിയമുള്ളവരെ, അവനെ ആരോടും നമുക്ക് തുലനപ്പെടുത്തുവാനായിട്ട് കഴിയില്ല. അങ്ങനെയുള്ള ആ യേശുവിന്റെ സ്വഭാവം നമുക്ക് അനുകരിക്കാനായിട്ട് കഴിയില്ല. അത് സ്വഭാവമാകത്തില്ല. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഈ നല്ല പ്രവൃത്തി ചെയ്ത് ഒരാൾക്ക് നല്ലവനാകാൻ കഴിയില്ല. നല്ല അങ്ങനെ ഒരിക്കലും നമുക്കൊരു നല്ല സ്വഭാവം ഉണ്ടാകത്തില്ല. നല്ല പ്രവൃത്തി ചെയ്ത് ഇംഗ്ലീഷിലൊരു ഫ്രേസ് ഉണ്ട്. ആ ഫ്രേസ് ഒക്കെ
സെക്യുലർ ഫീൽഡിൽ ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് കൃത്യമാണെന്ന് തോന്നും. പക്ഷെ വേദപുസ്തക പ്രകാരം നമ്മൾ പഠിക്കുമ്പോൾ ഇതിനകത്തൊക്കെ ഒത്തിരി പ്രശ്നമുണ്ട്. ചിലപ്പോൾ ആളുകൾ പറയും, ഇഫ് യു സോ എ തോട്ട് യു ആർ റീപ്പിംഗ് ആൻ ആക്ഷൻ, ആൻഡ് ഇഫ് യു സോ ആൻ ആക്ഷൻ യു ആർ റീപ്പിംഗ് എ ഹാബിറ്റ്, ആൻഡ് ഇഫ് യു സോ എ ഹാബിറ്റ് യു ആർ റീപ്പിംഗ് എ ക്യാരക്ടർ. നിങ്ങൾ ഒരു നല്ല ചിന്ത വിതയ്ക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു നല്ല പ്രവൃത്തി ഉണ്ടാകും, നല്ല പ്രവൃത്തി വിതയ്ക്കുകയാണെങ്കിൽ നല്ല ശീലം ഉണ്ടാകും, നല്ല ശീലം വിതയ്ക്കുകയാണെങ്കിൽ നല്ല സ്വഭാവം ഉണ്ടാകും. ഇതൊക്കെ കേൾക്കാൻ സുഖമുണ്ടെന്നുള്ളതേ ഉള്ളൂ. നല്ല സ്വഭാവം വിതയ്ക്കുകയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിതയ്ക്കാൻ നമ്മളെ വേണ്ട ഈ സാധനം, നല്ല ചിന്ത വിതയ്ക്കാൻ. ചിലപ്പോൾ എനിക്ക് ഒത്തിരി സുഹൃത്തുക്കൾ എല്ലാ റിലീജിയനിലും ഉള്ളവരുണ്ട്, എല്ലാ മതങ്ങളിലുള്ളവരുണ്ട്. അതുകൊണ്ട് എനിക്ക് എല്ലാ മതങ്ങളോടും ആ രീതിയിലുള്ള ബഹുമാനമുണ്ട്. എന്നാലും ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. അത് നല്ല ഒരു ആപ്തവാക്യമാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ നമ്മളുടെ ഈ ഭാഷയിൽ ഉണ്ടായിട്ടുള്ള ഒരു വളരെ നല്ല ഒരു ആപ്തവാക്യമാണ് എന്ത്, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. പക്ഷേ നന്നാകണ്ടേ? നന്നായാൽ മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ കാണുന്നില്ലല്ലോ, നന്നായി കാണുന്നില്ല. അപ്പൊ പ്രശ്നം നന്നാകാൻ മനുഷ്യന് പറ്റില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. നന്നാകാൻ പറ്റുമായിരുന്നെങ്കിൽ ഏത് മതമാണേലും മതിയായിരുന്നു, നമുക്ക് വേണമെങ്കിൽ അങ്ങ് വാദത്തിന് വേണ്ടി സമ്മതിക്കാം, ഏത് മതമാണേലും കുഴപ്പമില്ല, മനുഷ്യൻ നന്നായ മതിയെന്ന്. പക്ഷെ ഏത് മതമാണ് മനുഷ്യനെ നന്നാക്കുന്നേ? ഏതെങ്കിലും മതം മനുഷ്യനെ നന്നാക്കുമായിരുന്നെങ്കിൽ എന്തുമാത്രം മതങ്ങൾ നമുക്കുണ്ട്, ഇവരെല്ലാം അങ്ങ് നന്നായനേമല്ലോ. ഇത് നടക്കുന്നില്ലല്ലോ പ്രിയമുള്ളവരെ. അതാണ് ഇന്നത്തെ പ്രശ്നം. അതാണ് അത് ക്രിസ്തീയ മതം ഉൾപ്പെടെ. ക്രിസ്തീയ മതവും ആരെ എന്ത് ചെയ്യത്തില്ല, നന്നാക്കത്തില്ല, ക്രിസ്തീയ മതവും. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെയും ക്രിസ്തീയ മതത്തെയും നമ്മൾ രണ്ടായിട്ട് കാണണം. ക്രിസ്തീയ മതം ആരെയും നന്നാക്കത്തില്ല, പക്ഷെ യേശു നന്നാക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തീയ മതം ആരെയും നന്നാക്കാൻ പോകുന്നില്ല. കാര്യം മതം ഏതാണെങ്കിലും ഒരുപോലെയാണ്, ഏതാണ്ട് ഒരുപോലെയാണ്. പക്ഷേ യേശുക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി അതല്ല. ആ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അവൻ എന്നിൽ ജീവിച്ചുകൊണ്ടാണ് എന്നെ നന്നാക്കുന്നത്. അല്ലാതെ പറ്റില്ല. അല്ലാതെ അനുകരണം ഒരു പരിധി വരെയൊക്കെ നടക്കും. പക്ഷെ അതിനപ്പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്കത് നടക്കാൻ കഴിയണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ദിവ്യ സ്വഭാവത്തിൽ നമ്മൾ കൂട്ടാളികളാകുന്നത് ഇങ്ങനെ നല്ലൊരു ചിന്ത വിതച്ച്, നല്ലൊരു ശീലം ഉണ്ടാക്കി, അങ്ങനെ നല്ല ശീലം വിതച്ച് ഒരു നല്ല ക്യാരക്ടർ ഉണ്ടാക്കി, ഇതൊക്കെ പറയാൻ കൊള്ളാമെങ്കിലും അങ്ങനെയൊന്നുമല്ല ദിവ്യ സ്വഭാവത്തിൽ നമ്മൾ കൂട്ടാളികളാകുന്നത്. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുന്നത് ദിവ്യ സംസർഗം കൊണ്ടാണ്. സംസർഗം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിയൻ എന്ന് പറയുമ്പോഴത്തേക്ക്, സംസർഗം എന്ന് പറയുന്നതും നമ്മൾ പോയി കാണുന്നതല്ല. സംസർഗം എന്ന് പറയുന്നത് കൂടെ ജീവിക്കുന്നതിനാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംസർഗം എന്ന് പറയുന്നത്. അപ്പോൾ യേശുവും ഞാനും കൂടെ ഒരുമിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ, നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്നുണ്ടല്ലോ, ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്നതുപോലെ. അതായത് നമ്മൾ ജീവനുള്ള കല്ലൊന്നും അല്ലായിരുന്നു, പക്ഷേ ഈ ജീവനുള്ള കല്ലിന്റെ കൂടെ കുറച്ചേരം ഇരുന്നപ്പോൾ കാന്തത്തിന്റെ അടുത്തിരിക്കുന്ന ഇരുമ്പിനെ കുറച്ച് കഴിയുമ്പോൾ കാന്തത്തിന്റെ സ്വഭാവം പകർന്നു കിട്ടുന്നത് പോലെ ഇത് എ കൈൻഡ് ഓഫ് ഇമ്പാർട്ടേഷൻ ആണ്, ഒരു പകർച്ചയാണ്. യേശു ഒന്നിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ അവനിൽ നിന്ന് എന്നിലേക്ക് അവന്റെ സ്വഭാവം പകർന്നു കിട്ടുകയാണ് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടത്, നമുക്ക് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാവുക എന്നുള്ളത് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നു. അല്ലെങ്കിൽ അത് നമുക്കുള്ള ഒരു പ്രിവിലേജ് ആയിട്ട് അവിടെ പറയുന്നുണ്ട്. എന്താണ്? അങ്ങനെ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യമാണ് ഞാൻ ഇവിടെ വായിച്ചത്. ഈ ദിവ്യ സ്വഭാവം നമ്മളിലേക്ക് പകരപ്പെടുകയാണ്, അല്ലാതെ നമ്മളതിനെ അനുകരിക്കുന്നതിന് നമുക്കൊരു പരിമിതിയുണ്ട്. കുറച്ചൊക്കെ അനുഗമിക്കാൻ പറ്റിയേക്കും, പക്ഷെ ഇത് പകരപ്പെടുക എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞതുപോലെ ആ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നമ്മളും ജീവനുള്ള കല്ലുകൾ എന്നതുപോലെ എന്ന് പറയുന്ന വാക്യത്തിൽ അതാ ഒരു കല്ലിൽ നിന്ന് മറ്റൊന്നിലേക്ക് പകരുകയാണ്. ഇതുപോലെ തന്നെ അവന്റെ വിശുദ്ധിയും അവന്റെ സ്വഭാവവും ഒക്കെ നമ്മിലേക്ക് അവൻ പകരുകയാണ്. ലോകത്തിലെ ഏത് മഹാന്മാരായ ആളുകളാണെങ്കിലും അവർ പറയുന്ന ഉപദേശങ്ങൾ അനുസരിച്ചൊക്കെ നമ്മൾ ജീവിച്ചാൽ ഒത്തിരി നല്ലതൊക്കെ ആയിരിക്കും. സ്വർഗത്തിൽ പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷെ അങ്ങനെ ജീവിച്ചാൽ ഒത്തിരി നല്ലതായിരിക്കും. അതുകൊണ്ട് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നോ, അല്ലെങ്കിൽ മതങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നതായ മറ്റ് ഉപദേശങ്ങൾ, ഇതൊന്നും മോശം ഉപദേശങ്ങളൊന്നുമല്ല. ഒരു മതവും ആരെയും കൊല്ലാനൊന്നും പറയുന്നില്ലല്ലോ. ഉണ്ടോ? ആരെയും കൊല്ലണം പറയുന്ന എന്ന് നോർമൽ വേയിൽ നോർമൽ ആൾക്കാരോട് ആവശ്യപ്പെടുന്നത്
നന്നായി ജീവിക്കാനാണ് മിക്കവാറുമുള്ള മതങ്ങൾ. ചിലപ്പം തീവ്രവാദപരമായ ചില ചിന്തകളുള്ള ആളുകളുണ്ടായിരിക്കാം. പക്ഷെ എല്ലാവരും ഒന്നും അങ്ങനെ അല്ല. എത്രയോ നല്ലൊരു ശതമാനം, ഏത് മതത്തിൽപ്പെട്ട ആളുകളും നല്ലൊരു ശതമാനവും നല്ല ആളുകളാണ്. അവർക്കൊക്കെ നന്നാകാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ നന്നാകാനുള്ള ശക്തിയില്ല എന്നുള്ളതാണ് പ്രശ്നം. അതാണ് പ്രോബ്ലം. നന്നാകാനുള്ള ആഗ്രഹമില്ലാഞ്ഞിട്ടില്ല, പക്ഷെ നന്നാകാൻ പറ്റുന്നില്ല പലപ്പോഴും. അപ്പോൾ ക്രിസ്തീയ സ്വഭാവം അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തിന് നമ്മൾ പങ്കാളികളായി തീരുവാൻ, ദിവ്യ സ്വഭാവം എന്ന് പറയുമ്പോൾ അത് യേശുവിന്റെ സ്വഭാവം തന്നെയാണ്. അതുകൊണ്ടാണ് പങ്കാളി എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ് എന്ന് പറയുന്നത് പങ്കാളി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഈ ദിവ്യ സ്വഭാവം ആരിലുണ്ട്? യേശുവിലുണ്ട്. ആ യേശുവിൽ നിന്ന് നമ്മളിലേക്ക് പകരപ്പെടണം. അങ്ങനെ പകരപ്പെടുന്നതിനു വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെ പകരപ്പെടുമ്പോൾ ആ പകരപ്പെടുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ എങ്ങനെയാണ് പകരപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വീണ്ടും പഠിക്കാം. എന്നാൽ ഈ സെഷനിൽ ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ദിവ്യ സ്വഭാവം എന്നുള്ളത് നമ്മളൊന്ന് തിരിച്ചറിയണം. ദിവ്യ സ്വഭാവം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ചിലപ്പോൾ ആളുകൾ ചിന്തിക്കും, എന്താണ് ദിവ്യ സ്വഭാവം? പ്രാർത്ഥനയും ഉപവാസവും ആരാധനയും. അതൊന്നും സ്വഭാവമല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ ക്രിസ്തീയ ശിക്ഷണങ്ങളാണ്, ഡിസിപ്ലിൻസ് ആണ്. ക്രിസ്ത്യൻ ഡിസിപ്ലിൻസ് വേറെ, ക്രിസ്ത്യൻ ക്യാരക്ടർ വേറെ. ഞാൻ പറഞ്ഞ ഡിഫറൻസ് മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മനസ്സിലെ ചിന്ത ആരാധനയും ഉപവാസവും പ്രാർത്ഥനയുമാണ് സ്വഭാവം എന്നങ്ങ് ചിന്തിച്ചതുകൊണ്ട് എത്രയും കൂടുതൽ ആരാധിക്കാനും ഉപവാസം എടുക്കാനും പ്രാർത്ഥിക്കാനും വേദോസം വായിക്കാനും ഒക്കെ നമുക്ക് താല്പര്യം ഉണ്ടാകും. പക്ഷേ സ്വഭാവം എന്ന് പറയുന്നതും ഡിസിപ്ലിൻ എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഉപവാസം, പ്രാർത്ഥന ഇതൊക്കെ നിങ്ങളെ ക്രിസ്തീയ സ്വഭാവത്തിൽ വളരാൻ സഹായിക്കുമെന്നുള്ളത് ശരിയാണ്. ക്രിസ്ത്യൻ ക്യാരക്ടർ വളരാനായിട്ട് ക്രിസ്ത്യൻ ഡിസിപ്ലിൻസ് ആവശ്യമാണ്. പക്ഷേ ക്രിസ്ത്യൻ ഡിസിപ്ലിൻസ് അല്ല ക്രിസ്ത്യൻ ക്യാരക്ടർ. ക്രിസ്തീയ ശിക്ഷണമല്ല ക്രിസ്തീയ സ്വഭാവം. ക്രിസ്തീയ സ്വഭാവത്തിലേക്ക് വളരാൻ നമുക്ക് ക്രിസ്തീയ ശിക്ഷണങ്ങൾ ആവശ്യമാണ്. അത് നമ്മളെ സഹായിക്കും. എന്നാൽ ക്രിസ്തീയ സ്വഭാവം ഉണ്ടാകണമെങ്കിൽ അതിന്റെ അടിസ്ഥാന ഘടകം എന്താണ്? അതാണ് അടിസ്ഥാനപരമായി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. ആരിലേക്കാണ് ഈ ദിവ്യ സ്വഭാവം പകരപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, പ്ലെയിൻ ആയിട്ട് പറഞ്ഞാൽ വീണ്ടും ജനിച്ചവരിലേക്ക് മാത്രമേ ഈ സ്വഭാവം പകരപ്പെടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് മാറി നിന്ന് അനുകരിക്കാൻ പറ്റുന്നതല്ല. മഹാത്മാഗാന്ധിയെ എനിക്ക് മാറി നിന്ന് അനുകരിക്കാനായിട്ട് പറ്റും. പക്ഷേ യേശുക്രിസ്തുവിനെ മാറി നിന്ന് അനുകരിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു, യേശുവിനെ നമുക്ക് മറ്റുള്ള സാധാരണ മഹാന്മാരുമായിട്ടൊന്നും തുലനം ചെയ്യാൻ കഴിയില്ല. അവന്റെ നിർമ്മലതയും അവന്റെ ജീവിതവും അതൊന്നും മാറി നിന്ന് നമുക്ക് അതിനോട് ഒരു തുലനം ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. സ്വാമി വിവേകാനന്ദൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ ഒരു വാചകം അസാമാന്യമായ രീതിയിൽ പ്രസക്തമായ ഒരു വാചകമാണ്. If I were living in the times of Jesus in Palestine, I would have been washing the feet of Jesus not with my tears, but with the blood of my heart. യേശു ജീവിച്ച കാലത്ത് ഞാൻ പലസ്തീനിൽ ജീവിക്കുകയായിരുന്നെങ്കിൽ ഞാൻ അവന്റെ കാൽപാദങ്ങളെ കഴുകുന്നത് എന്റെ കണ്ണുനീര് കൊണ്ടായിരിക്കുമായിരുന്നില്ല, പകരം എന്റെ ഹൃദയരക്തം കൊണ്ടായിരിക്കുമായിരുന്നു. യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തിന്റെ സവിശേഷതയെ മനസ്സിലാക്കിയ അനേക മഹാന്മാര് നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ മതനേതാക്കളിൽ മറ്റെന്തെല്ലാം കുറ്റങ്ങൾ ആരൊക്കെ പറഞ്ഞാലും ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. യേശുവിന്റെ സ്വഭാവത്തെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ എല്ലാവർക്കും ഒരു അറപ്പാ. ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ ആരെല്ലാം ക്രിസ്ത്യാനിത്വത്തെക്കുറിച്ചും ക്രിസ്തു മതത്തെക്കുറിച്ചും പറഞ്ഞാൽ അവരെല്ലാം പറയുന്നത് യേശു ക്രിസ്തുവിനെ ഞങ്ങൾ വെറുതെ വിട്ടിരിക്കുക. കാര്യം യേശുവിന്റെ അടുത്ത് കളിക്കാൻ ആൾക്കാർക്ക് താല്പര്യമില്ല. കളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ യേശു തല്ലുവെന്നോ കൊല്ലുവെന്നോ ഉള്ള പേടിയൊന്നും അല്ല. കാരണം അത്രയ്ക്കും സ്വഭാവ വൈശിഷ്ട്യമുള്ള, അതല്ലെങ്കിൽ നമുക്കൊക്കെ സൂര്യനെ നോക്കുമ്പോൾ നമ്മളുടെ കണ്ണഞ്ചിക്കുന്നത് പോലെ യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ നോക്കി അതിനെ ഉറ്റുനോക്കി കണ്ണഞ്ചിക്കാതെ നോക്കാൻ പോലും കഴിയാത്ത നിലയിലാണ് ഇന്ന് ഭൂമിയിൽ ജീവിച്ചിട്ടുള്ള സകല മഹാന്മാരും. ആ സ്വഭാവത്തിന്റെ പങ്കാളിത്തത്തിലേക്കാണ് അവൻ നമ്മളെ വിളിക്കുന്നത്. നമ്മൾ ആലോചിക്കണം. അതൊരു ചെറിയ കാര്യമല്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അങ്ങനെ ഒരു യേശുവിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്തൊരു അഭിമാനമല്ലേ, എന്തൊരു അഭിമാനം. ഞാൻ എപ്പോഴും പറയും, മക്കൾക്ക് വേണ്ടി അപ്പന് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം പണം സമ്പാദിച്ചു കൊടുക്കുന്നതല്ല,
അപ്പനെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു പേര്. ഇന്നാരുടെ മകനാണെന്ന് പറയുമ്പോൾ ഒരു അഭിമാനം, ഒരു ഗർവ്. അതാണ് ജീവിതത്തിൽ ഒരു മനുഷ്യൻ അവന്റെ മക്കൾക്ക് വേണ്ടി നേടിക്കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് ഞാൻ സാധാരണ പറയാറുണ്ട്. നൽകാത്ത സ്വർഗീയ ശാന്തി ക്രിസ്തേശുനാഥനിലുണ്ടെനിക്ക്. ലോകം നൽകാത്ത സ്വർഗീയ സന്തോഷം ക്രിസ്തേശുനാഥനിലുണ്ടെനിക്ക്. നിൻ സ്നേഹമെന്നും മതിയെനിക്ക്, നിൻ ചാരയെന്നും ചേർന്നിടുവാൻ. നിൻ സ്നേഹമെന്നും മതിയെനിക്ക്, നിൻ ചാരയെന്നും ചേർന്നിടുവാൻ. ക്രൂശിൽ ഞാൻ കണ്ടു ആ ദിവ്യ സ്നേഹം, ക്രൂശിൽ ഞാൻ കേട്ടു ആ ദിവ്യ ശബ്ദം. ക്രൂശിൽ ഞാൻ കണ്ടു ആ ദിവ്യ സ്നേഹം, ക്രൂശിൽ ഞാൻ കേട്ടു ആ ദിവ്യ ശബ്ദം. നീയെന്നും എന്റെ നാഥനല്ലോ, നീയെന്നും എന്റെ രക്ഷയുമല്ലോ, നീയെന്നും എന്റെ നാഥനല്ലോ, നീയെന്നും എന്റെ രക്ഷയുമല്ലോ. നിൻ ക്രൂശു മാത്രം എന്നാശയെന്നും, നിൻ ശബ്ദമെന്നിൽ ആശ്വാസമെന്നും. നിൻ ക്രൂശു മാത്രം എന്നാശയെന്നും, നിൻ ശബ്ദമെന്നിൽ ആശ്വാസമെന്നും. നീയെന്നും എന്റെ താതനല്ലോ, നീയെന്നും എന്റെ പ്രാണനല്ലോ, നീയെന്നും എന്റെ താതനല്ലോ, നീയെന്നും എന്റെ പ്രാണനല്ലോ. ലോകം നൽകാത്ത സ്വർഗീയ ശാന്തി ക്രിസ്തേശുനാഥനിലുണ്ടെനിക്ക്. ലോകം നൽകാത്ത സ്വർഗീയ സന്തോഷം ക്രിസ്തേശുനാഥനിലുണ്ടെനിക്ക്. നിൻ സ്നേഹമെന്നും മതിയെനിക്ക്, നിൻ ചാരയെന്നും ചേർന്നിടുവാൻ. നിൻ സ്നേഹമെന്നും മതിയെനിക്ക്,